ഹലോ കുട്ടികളെ, അപ്പം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കുറേ നെയിംഡ് റിയാക്ഷൻസ് എടുത്തായിരുന്നു. അതിൻ്റെ ബാക്കി പാർട്ടാണ് പാർട്ട് 2. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 വരിക കേട്ടോ. നെക്സ്റ്റ് റിയാക്ഷൻ വുഡ്സ് റിയാക്ഷനാണ്. അധികം ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല, കാരണം +1 നിങ്ങൾ പഠിച്ച റിയാക്ഷനാണ്. നമ്മൾ എന്ത് ചെയ്യുക, 2 ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. ഞാനിവിടെ CH3Cl CH3Cl 2 പേരെ എടുക്കുക. 2 സോഡിയം എടുക്കുക. നിങ്ങൾ സോഡിയം 2 സോഡിയം 2 ക്ലോറിനെ വിളിച്ചുകൊണ്ട് എന്തായിട്ട് പുറത്ത് പോകൂടാ, 2NaCl. ബാക്കി ഈ രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ, ഈ രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ CH3. ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ? പക്ഷെ ഇത് എക്സാമിന് രണ്ടെന്നൊന്നും തരത്തില്ല. എക്സാം ഇത്രേ തരുള്ളൂ. അതുകൊണ്ട് CH3Cl പ്ലസ് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ഇങ്ങനെ തരുള്ളൂ. അപ്പം നിങ്ങൾ ഇവിടെ ആരാണോ ഉള്ളത് അതിൻ്റെ ഡബിൾ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. ഇവിടെ എന്താണോ ഉള്ളത് അതിൻ്റെ ഡബിൾ നിങ്ങൾ എന്തായിട്ട് എഴുതുക, പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. അതാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണോ ഉള്ളത് അതിൻ്റെ ഡബിൾ എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് എഴുതുക. ബാലൻസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ 2 എടുക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇതൊക്കെ മാറ്റി വെച്ചു. ഇവിടെ ഇപ്പം മീഥൈൽ ഹാലൈഡ് അല്ലേ, ഒരാളെ ഉള്ളൂ. കിട്ടിയ പ്രോഡക്റ്റ് എന്താണ്, ആൽക്കൈലിന് 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പം ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരെയാണ്, നിങ്ങൾ എൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ഒന്നെന്ന് പറഞ്ഞ ആൻസർ കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. CH3CH2Cl തരയാണ് പ്ലസ് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ആരാണ്, ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും, ഇവിടെ എടുക്കുന്ന എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും എപ്പോഴും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നോക്കി വെച്ചോ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വുഡ്സ് റിയാക്ഷൻ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തങ്ങ് മാറുകയാണ്. നെക്സ്റ്റ് റിയാക്ഷൻ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഇത് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ഡീറ്റെയിലിംഗ് പറഞ്ഞുതരാം. ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ നിങ്ങൾ +1 ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും പഠിച്ചിട്ടുണ്ട്, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷനും പഠിച്ചിട്ടുണ്ട്. രണ്ടും നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷനും നമുക്ക് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ക്ലോറോ ബെൻസീനിലാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഓരോ ആൾക്കാരിലും ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ ക്ലോറോ ബെൻസീന ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനാണ് പഠിക്കുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ല കുട്ടികളെ. നമുക്കറിയാം ഈ എല്ലാ പൊസിഷനിലും ആരുണ്ടാ, ഹൈഡ്രജൻ ഇല്ലേടാ. ഈ ഒരു പൊസിഷനിലെ ഹൈഡ്രജൻ ഈ ക്ലോറിനെ വിളിച്ച് HCl ആയിട്ട് പുറത്തു. എന്നിട്ട് ഈ CH3 ആ പൊസിഷനിൽ അങ്ങ് കയറും. ഹൈഡ്രജന് പകരം ആ പൊസിഷനിൽ അങ്ങ് CH3 കയറും. അത്രയേ ഉള്ളൂ. ഓൾറെഡി ഇവിടെ ഇതുണ്ട്, ഇവിടെ CH3 അറ്റാച്ച് ചെയ്യും. എല്ലാവർക്കും ഈ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ടെന്ന് അറിയാലോ. ബെൻസീൻ എന്ന് പറഞ്ഞാൽ ആരാ, ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ബെൻസീൻ. C6H6 ആണ് ബെൻസീൻ. എൻ്റെ ആൾട്ടർനേറ്റീവ് എന്തിടുക, ഡബിൾ ബോണ്ട്. ഇതാണ് ബെൻസീൻ. ഇതിൽ ഹൈഡ്രജന് പകരമാണ് അവിടെ എന്ത് ആഡ് ചെയ്തിരിക്കുന്നത്, ഈ ക്ലോറോ ബെൻസീൻ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ പൊസിഷനിലെ ഹൈഡ്രജന് പകരം ഈ ഹൈഡ്രജൻ ഈ ക്ലോറിനെ നമ്മൾ HCl ആയിട്ട് പുറത്തും എൻ്റെ CH3 ഇവിടെ അറ്റാച്ച് ചെയ്യും. ഇതാണ് കോൺസെപ്റ്റ്. മനസ്സിലായോ? എല്ലാ പൊസിഷനിലും ആരുണ്ട്, ബെൻസീനിൽ എല്ലാ പൊസിഷനിലും ഹൈഡ്രജൻ ഉണ്ട്. ബെൻസീൻ എല്ലാ പൊസിഷനിലും ആരുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ക്ലിയർ? സംശയമുണ്ടോ? അപ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റും കൂടെ കിട്ടുവേ. സിമിലർലി നമ്മൾ വിളിച്ചിട്ട് പോകുന്നത് ഈ പൊസിഷനിലെ ഹൈഡ്രജൻ ആണെങ്കിലോ, എങ്കിൽ അവിടെ ആയിരിക്കും CH3 അറ്റാച്ച് ചെയ്യുന്നത്. ഇത് ഓർത്തോക്ലോറോട്ടോളുവിനും ഇതിനെ പാരാക്ലോറോട്ടോളുവിനും എന്ന് വിളിക്കും. ബെൻസീൻ CH3 എന്ന് വിളിക്കുന്നവരാണ് ടോളുവിൻ. ഓക്കെ, പേരൊക്കെ നിങ്ങൾ പഠിച്ചോ. കാരണം ഈ ക്ലോറോ ബെൻസിൻ എന്ന് പറഞ്ഞാൽ ഓർത്തോ പേര ഡയറക്റ്റീവാണ്. ക്ലോറോ ബെൻസിനാണ് ഉള്ളതെങ്കിൽ ഒന്ന് ഓർത്തോയിലും പേരയിലും അറ്റാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർത്തോ പേര ഡയറക്റ്റീവാണ് ക്ലോറോ ബെൻസിൻ. അപ്പോൾ ഓർത്തോയിലും അറ്റാച്ച് ചെയ്യാം, പേരയിലും അറ്റാച്ച്, 2 ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് കിട്ടും. ഇതിൽ ഇയാളാണ് മേജർ. ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഈ പ്രോഡക്റ്റും, ഈ പ്രോഡക്റ്റ് കുറവാണ്, മൈനറാണ്. അപ്പോൾ പേര പൊസിഷനിൽ വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. കാരണം നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ഒരു ആൽക്കൈൽ ഹാലൈഡ് ആയതുകൊണ്ടാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് ഈ റിയാക്ഷനെ വിളിക്കാൻ കാരണം. നെക്സ്റ്റ് നമ്മൾ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ പഠിക്കും. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ഒരു ആസിഡ് ക്ലോറൈഡ് ആണ്. ഇയാളെ വിളിക്കുന്നവരാണ് അസൈൽ ക്ലോറൈഡ്, CH3COCl. ഓക്കെ, ആസിഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡ്. ഓക്കെ, CH3COCl നേരത്തെ പോലെ തന്നെയാണ് പ്രോഡക്റ്റ്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്നൊക്കെ വിളിക്കണമെങ്കിൽ ഈ കാറ്റലിസ്റ്റ് നിങ്ങൾ ഓർത്തോളൂ. ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ട്രൈക്ലോറൈഡ്. ഈ അൺഹൈഡ്രസ് അലുമിനിയം ട്രൈക്ലോറൈഡിനെ വിളിക്കുന്ന പേരാണ് ഫ്രീഡൽ ക്രാഫ്റ്റിന്റെ കാറ്റലിസ്റ്റ്. ഫ്രീഡൽ ക്രാഫ്റ്റ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കും. ആരെ? അൺഹൈഡ്രസ് അലുമിനിയം ട്രൈക്ലോറൈഡ്. ഇതൊക്കെ നിങ്ങൾ +1 പഠിച്ചതാണ്, അതിന് കുറച്ച് സ്പീഡിൽ നിൽക്കുന്നത്. അപ്പോൾ എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലോറോ ബെൻസീൻ എടുക്കുക, അതിന് എന്ത് ചെയ്യുക, അൺഹൈഡ്രസ് അലുമിനിയം ട്രൈക്ലോറൈഡ് ഫ്രീഡൽ ക്രാഫ്റ്റ് കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യുക. ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് എടുക്കുക. ദെൻ ഇതിൽ ആഡ് ചെയ്യേണ്ടത് ഒരു ആസിഡ് ഹാലൈഡ് ആയിരിക്കണം, CH3COCl.
അസറ്റൈൽ ഹാലൈഡ്, അസറ്റൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കും. CH3COCl. നേരത്തെ പോലെ ഈ പൊസിഷനിലെ ഹൈഡ്രജൻ ഈ ക്ലോറിനെ വിളിച്ച് HCl ആയിട്ട് പുറത്തു പോകും. എന്നിട്ട് ഇയാൾ ഈ പൊസിഷനിൽ അങ്ങ് അറ്റാച്ച് ചെയ്യും. ക്ലിയർ ആണേ? സംശയമുണ്ടോ? ഇയാളെന്ന് പറഞ്ഞാൽ COCH3 ആ പൊസിഷനിൽ അങ്ങ് അറ്റാച്ച് ചെയ്യും. COCH3. അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. ക്ലോറോ ബെൻസിന് ഓർത്തോ പേര ഡയറക്റ്റീവ. ഈ പൊസിഷനിലെ ഹൈഡ്രജന് പകരം ഈ പൊസിഷനിലെ ഹൈഡ്രജനാണ് ക്ലോറിനെ വിളിച്ചുകൊണ്ട് പോകുന്നതെങ്കിലോ ഇവിടെ COCH3 അറ്റാച്ച് ചെയ്യത്തില്ലേ? അപ്പോൾ അവിടെയും കിട്ടും COCH3. പേര പൊസിഷനിൽ കിട്ടുന്ന ആളായിരിക്കും മേജർ. സോ ദിസ് ഇസ് മേജർ പ്രോഡക്റ്റ്. ഇയാൾ ഏത് പ്രോഡക്റ്റാ? മൈനർ പ്രോഡക്റ്റ്. ഇതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഒരു അസൈൽ ഹാലൈഡ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അസൈലേഷൻ എന്നും, ആൽക്കൈൽ ഹാലൈഡ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്നും വിളിക്കും. മനസ്സിലായോ? പിടികിട്ടിയോ? ക്ലിയർ ആണേ? ഇതൊക്കെ സിമ്പിൾ റിയാക്ഷൻ. നെക്സ്റ്റ് റിയാക്ഷൻ നോക്കിയോ കേട്ടോ. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. നിങ്ങൾ ഇമ്പോർട്ടൻ്റ്. ഇത് വുഡ്സ് ഫിറ്റിക്. നമുക്ക് രണ്ട് വുഡ്സ് റിയാക്ഷൻ ഉണ്ട്, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്, ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്. ഈ മൂന്നും മാറിപ്പോരുത്. വുഡ്സ് റിയാക്ഷൻ നേരത്തെ പഠിപ്പിച്ചു. ഇത് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. സംഭവം നിങ്ങളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. ആരെടുക്കുക? ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. സോ ആൽക്കൈൽ ഹാലൈഡിൻ്റെ മുമ്പ് നമ്മൾ ആരെടുക്കണം? നിങ്ങളൊരു ക്ലോറോ ബെൻസിൻ എടുക്കുക, അരൈൽ ഹാലൈഡ് എടുക്കുക. ക്ലോറോ ബെൻസിൻ എടുത്തിട്ട് അതിന് ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുക നിങ്ങൾ ഇൻ പ്രസൻസ് ഓഫ് ഒരു ക്ലോറോ ബെൻസിൻ എടുക്കുക, മീൻസ് ഒരു അരൈൽ ഹാലൈഡ് എടുക്കുക, ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. ഇവിടെ ആരെയാണ് എടുക്കുന്നത് അവിടെ തന്നെ ഇവനെ എടുക്കുക കേട്ടോ. ക്ലിയർ? ഈ 2 സോഡിയം കൂടെ എടുക്കുക. ഇവിടെ നടക്കാൻ പോകുന്നത് ഈ 2 സോഡിയം 2 ക്ലോറിനെ വിളിച്ച് 2NaCl ആയിട്ട് പുറത്തു. 2 സോഡിയം 2 ക്ലോറിനെ വിളിച്ച് NaCl ആയിട്ട് പുറത്തു പോയിട്ട് ക്ലോറിൻ പോയ പൊസിഷനിൽ CH3 കയറിയിരിക്കും. ക്ലോറിൻ പോയ പൊസിഷനിൽ ആര് ഫിറ്റ് ആയിരിക്കും? CH3 കയറി അങ്ങിരിക്കും. ഇയാളെ വിളിക്കുന്ന പേരാണ് ടോളുവിൻ. ഇവൻ്റെ പേരാണ് ടോളുവിൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ക്ലോറോ ബെൻസിൻ എടുക്കുക, അതിനെ ആരുമായി ട്രീറ്റ് ചെയ്യുക? ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. ഇഷ്ടമുള്ള ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. അവൻ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യുവേ. എൻ്റെ സോഡിയം 2 സോഡിയം. നേരത്തെ നമ്മൾ വുഡ്സ് റിയാക്ഷനിൽ 2 സോഡിയം. ഇത് വുഡ്സ് റിയാക്ഷൻ്റെ കണ്ടീഷനാണ്. ഇത്രയും ആടെ കണ്ടീഷനാണ് വുഡ്സ് റിയാക്ഷൻ അല്ലേ? ആണ് വുഡ്സ് ഫിറ്റിക് എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ. ഈ CH3 ആയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചു. ഈ 2 ഒരു ക്ലോറിനെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോകും. ബാക്കിയുള്ള CH3 ആണ് ഇവിടെ ഫിറ്റ് ആവും. ഇതാണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായത് എനിക്ക് പിടികിട്ടി. സിമ്പിൾ, നത്തിങ്, ബേസിക്സ് ആണ്. അപ്പം നെക്സ്റ്റ് എന്താ? ഫിറ്റിക് റിയാക്ഷൻ എന്താ കുട്ടികളെ? അപ്പം എന്താണ് ഫിറ്റിക് റിയാക്ഷൻ? ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 ക്ലോറോ ബെൻസിൻ എടുക്കുക, 2 സോഡിയം. ആൽക്കൈൽ ഹാലൈഡ് വേണ്ട. നേരത്തെ ഒരു അരൈൽ ഹാലൈഡും ഒരു ആൽക്കൈൽ ഹാലൈഡും എടുത്തു. ഇവിടെ അങ്ങനെയില്ല. 2 അരൈൽ ഹാലൈഡ് അല്ലെങ്കിൽ 2 ക്ലോറോ ബെൻസിൻ തന്നെ എടുക്കുക. 2 ആര് തന്നെ എടുക്കുക? നിങ്ങൾ ക്ലോറോ ബെൻസിൻ തന്നെ എടുക്കുക. 2 ക്ലോറോ ബെൻസിൻ തന്നെ എടുക്കുമ്പം എടാ ഈ 2 സോഡിയം നോക്ക്. ഇവിടെ ഇങ്ങനെയല്ലേ എടാ സംഭവിക്കുന്നത്? ഇങ്ങനെയല്ലേ കുട്ടികളെ? ക്ലോറിൻ ക്ലോറിൻ 2 സോഡിയം 2 ക്ലോറിനെയും വിളിച്ചുകൊണ്ട് എന്തായിട്ട് പുറത്ത് പോകൂടാ? 2NaCl ആയിട്ട് പുറത്ത് പോവും. ബാക്കി 2 ബെൻസീൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ഈ ബെൻസീൻസ് പരസ്പരം എന്ത് ചെയ്യും? അങ്ങ് ഒരുമിക്ക് കൂടിച്ചേരും. ദിസ് ഇസ് കോൾഡ് ഡൈഫിനൈൽ. ഇവനെ വിളിക്കുന്ന പേരാണ് ഡൈഫിനൈൽ. ഈ 2 ക്ലോറിൻ പോയ പൊസിഷൻസ് പരസ്പരം എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. 2 ബെൻസിനെ പിടിച്ച് ഏതെങ്കിലും 2 പൊസിഷൻ ജോയിൻ ചെയ്തെന്ന് വെച്ചാൽ മാത്രം മതി. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡൈഫിനൈൽ. ഈ റിയാക്ഷൻ വിളിക്കുന്നവരാണ് ഫിറ്റിക് റിയാക്ഷൻ. നേരത്തത് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഇത് ഏത് റിയാക്ഷൻ? ഫിറ്റിക് റിയാക്ഷൻ. മാറിപ്പോരുതേ. വുഡ്സ് ഫിറ്റിക്കിൽ 1 ക്ലോറോ ബെൻസിൻ 1 ആൽക്കൈൽ ഹാലൈഡ്. ഫിറ്റിക്കിൽ 2 ക്ലോറോ ബെൻസിൻ തന്നെ എടുത്തു. ക്ലിയർ? 2 എടുത്ത് 2 സോഡിയം ഉണ്ട്. ക്ലിയർ ആണേ? സംശയമുണ്ടോ? ഡൗട്ട് ഉണ്ടോ? സോ നെക്സ്റ്റ് റിയാക്ഷൻ. അപ്പം നിങ്ങൾ വീണ്ടും എന്നോട് ചോദിക്കുകയാണ്, സാറേ ഇത്രയും നേരം പഠിപ്പിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ പറഞ്ഞു തരുമോ? അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ് നെക്സ്റ്റ് റിയാക്ഷൻ. ഈ വർഷത്തെ എക്സാം ക്വസ്റ്റ്യൻ ഹൈഡ്രോ. ഈ റിയാക്ഷനോട് കൂടി ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീൻസിലെ നെയിംഡ് റിയാക്ഷനൊക്കെ കഴിഞ്ഞ് ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീൻസിലെ നെയിംഡ് റിയാക്ഷൻസ് കഴിഞ്ഞ് നമ്മൾ ആൽക്കഹോൾ ഫീനോൾ ഈതറിലെ നെയിംഡ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. എന്താണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ? ഒന്ന് പഠിക്കണം കേട്ടോ. കുറച്ചുണ്ട്, നിസ്സാരമല്ല. നിങ്ങൾ ആദ്യം റിയാക്ഷൻ നോക്കുക. നമ്മളൊരു ഇത് ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ്. ആരെ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ്? ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. അതിനുവേണ്ടി നിങ്ങൾ ഡൈബൊറൈനെ എടുക്കുക. ആരെ എടുക്കുക? ഡൈബൊറൈൻ. ആരാ ഡൈബൊറൈൻ എന്ന് പറഞ്ഞാൽ? B2H6 പറഞ്ഞ പേരാണ് ഡൈബൊറൈൻ. പണ്ട് നിങ്ങൾക്ക് P ബ്ലോക്കിൽ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ P ബ്ലോക്കൊക്കെ ഡിലീറ്റഡ് ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല എന്നേ ഉള്ളൂ. B2H6 വേണമെങ്കിൽ നമുക്ക് BH3 ടോയ്സ് എന്ന് എഴുതാം.
ദിസ് ഈസ് കോൾഡ് ഡൈബൊറൈൻ. BH3 ടോയ്സ്. അപ്പോൾ ഇവനെ വിളിക്കുന്ന പേരാണ് ഡൈബൊറൈൻ. നിങ്ങൾ ആൽക്കീനെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുക? ഡൈബൊറൈനുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുക? ഡൈബൊറൈനുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ബാക്കി നോക്കാം, പഠിക്കാം. ഡൈബൊറൈനുമായിട്ട് ആദ്യം നിങ്ങൾ ആൽക്കീനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇവിടെ ശ്രദ്ധിച്ചോ. വേറെ ഒന്നുമില്ല കുട്ടികളെ, ഞാൻ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നിങ്ങൾ ആൽക്കീനെ എടുക്കും അല്ലേ, CH ഡബിൾ ബോണ്ട് CH2. ഈ ഡൈബൊറൈനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാലോ, BH3 എന്ന് സ്പ്ലിറ്റ് ചെയ്യാലോ. ഒരു BH3 അങ്ങ് പുറത്ത് പോകൂടാ. ഒരു BH3 അങ്ങ് സ്പ്ലിറ്റായി, ഒരു BH3 പുറത്തും. ഒരു BH3യുടെ ആവശ്യമേ ഉള്ളൂ. ഇവിടെ ഡൈബൊറൈന് പകരം BH3 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. ഒരു BH3 അങ്ങ് പുറത്തുപോയി, ബാക്കി ഒരു BH3 ആയിട്ട് പുറത്തുപോയി. ബാക്കി ഒരു BH3 ഒരു Hഉം BH2 ആയിട്ട് മാറും. അതിലെ H ഡബിൾ ബോണ്ട് ബ്രേക്കായി ഇവിടെ ഒരു H ആടാം. അപ്പം എന്ത് വരും? CH3 CH2 ഡബിൾ ബോണ്ട്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഈ BH2 ആടാവും. അപ്പം ആരാ? CH2 BH2. ഇതായിരിക്കും നമ്മളെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഡബിൾ ബോണ്ട് ബ്രേക്കായി ഒരു BH3 പോയി, ബാക്കി BH3യിലെ ഒരു H ഇപ്പുറത്താടാവുകയും, നമ്മളെ മാർക്കോനിക്കോ റൂളിൻ്റെ കോൺസെപ്റ്റാണ്, BH2 ഇപ്പുറത്താടാവുകയും ചെയ്യും. നിങ്ങൾ മാർക്കോ ആ കോൺസെപ്റ്റ് എടുക്കണ്ട. നിങ്ങൾ BH3യിൽ ഒരു H ഇപ്പുറത്തും BH2 അപ്പുറത്തും ആടാവുന്ന കോൺസെപ്റ്റ് അങ്ങ് എടുക്കാം. മാർക്കോനിക്കോ എന്ന് പറയണ്ട, ഇങ്ങനെ അങ്ങ് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? CH3 CH2 CH2 BH2. ക്ലിയർ ആണ്? സംശയമുണ്ടോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്കായി ഇവിടെ നിന്ന് ഒന്ന് BH3 പുറത്തു പോകും, ബാക്കി BH3യിൽ ഒരു ഹൈഡ്രജൻ ഇവിടെ കയറും, ബാക്കിയുള്ള BH2 ഇപ്പുറത്ത് അറ്റാച്ച്. ക്ലിയർ? സംശയമൊന്നുമില്ലോ? ക്ലിയർ ആണ്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നതാണ്, വീണ്ടും നിങ്ങൾ ആൽക്കീനെ ആഡ് ചെയ്യുക. ഇവിടെ ഏത് ആൽക്കീനാണ് ആദ്യം എടുത്ത് അയാളെ വീണ്ടും ആഡ് ചെയ്യുക. ആരെ എടുത്തത്? CH3 CH ഡബിൾ ബോണ്ട് CH2നെ വീണ്ടും എടുക്കുക, വീണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഡൈബൊറൈൻ ആഡ് ചെയ്തപ്പോൾ യു ഗെറ്റ് ദിസ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ആരെ ആഡ് ചെയ്യുക? ആൽക്കീൻ ആഡ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിച്ചിരുന്നു, ഞാൻ പറഞ്ഞുതരാം, പ്രോഡക്റ്റ് പറഞ്ഞുതരാം. CH3 CH2 CH2 BH2ൽ നിങ്ങൾ ആരെ ആഡ് ചെയ്തു? വീണ്ടും ഒരു ആൽക്കീനെ ആഡ് ചെയ്തു. ആരാ? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇവിടെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു BH2 അല്ലേ, ഈ BH2ൽ ഒരു ഈ ഡബിൾ ബോണ്ട് ബ്രേക്കായി എഗൈൻ ഈ BH2ൽ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് കയറും. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ആരായിരിക്കും? പറ. CH2 BH2 എന്നല്ലേ? CH2 CH2. ഇവിടെ എന്തായിരുന്നു? ഡബിൾ ബോണ്ട് CH2 ആയിരുന്നു. ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് ആടെ. പിന്നെ ഇവിടെ ആരേ ഉള്ളൂ? BH ഉള്ളൂ. ഓക്കെ, CH3 CH2 CH2 CH3 CH2 CH2 നേരെ വന്ന് ഇതിലങ്ങ് ജോയിൻ ആവും. അപ്പം എന്ത് കിട്ടും? CH3 CH2 CH2 ടോയ്സ് BH എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കിട്ടും. ആരെ കിട്ടും നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ? CH3 CH2 CH2 2 ടൈംസ് BH. കാരണം ഇത് വന്ന് നേരെ BHലങ്ങ് അറ്റാച്ച് ചെയ്യും. ഇതാണ് പ്രോഡക്റ്റ്. ക്ലിയർ ആണ്? ഒന്നും കൂടെ ഇനി പഠിക്കാൻ വേണ്ടി ഷോർട്ട് കട്ട് പറഞ്ഞുതരാം, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ ആൽക്കീൻ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ BH2ലെ ഒരു ഹൈഡ്രജൻ ഇവിടെ ആഡ് ആകും, ബാക്കി BH ഇപ്പുറത്ത് ആഡ് ആകും. BH ഇപ്പുറത്ത് ആടത്, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ ഇവിടെ ആഡ് ആവുമെന്ന് പഠിക്കുക. അപ്പോൾ CH3 CH2 CH2 അത് തന്നെ ഇവിടെ ഉള്ളത്, CH3 CH2 CH2 അത് 2 ടൈംസ് ആയി. ബാക്കി ഇവിടെ ഉള്ള ആരാ? BH. ഒന്നും കൂടെ ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ BH2ലെ ഒരു ഹൈഡ്രജൻ ഇവിടെ ആഡ് ആകും. അപ്പോൾ CH3 CH2 CH2 CH3 CH CH2 രണ്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ 2 ടൈംസ് BH കിട്ടിയല്ലോ. എന്നിട്ട് വീണ്ടും നിങ്ങൾ നേരത്തെ പോലെ ആരെ ആഡ് ചെയ്യുക? വീണ്ടും എടുത്ത ആൽക്കീനെ വീണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ ആരാണ്? CH3 CH ഡബിൾ ബോണ്ട് CH2 ആഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറ. ഇവിടെ നിന്ന് ഈ ഹൈഡ്രജനിലേടാ ഡബിൾ ബോണ്ട് ബ്രേക്ക്, ഈ ഹൈഡ്രജൻ ഇവിടെ കയറും. അപ്പോൾ ആരാ? CH3 CH2 CH2 എന്നാവും. CH3 ഇവിടെ 2 ടൈംസ്. ഓക്കെ, CH3 CH2 CH2 ഈ ഹൈഡ്രജൻ ഇവിടെ കയറുമ്പോൾ CH3 CH2 CH2. അപ്പോൾ ഇത് എത്ര ടൈംസ്? അവിടെ 3 ടൈംസ്. CH3 CH2 CH2 എത്ര ടൈംസ് ആവും? 3 ടൈംസ് B. ഇത്രയും ഓക്കെ ആണോ? പിടി കിട്ടിയോ? ആദ്യം നിങ്ങൾ ഡൈബൊറൈൻ ആഡ് ചെയ്തു,
BH3 പുറത്തു പോയി. ബാക്കി BH3 ഒരു ഹൈഡ്രജൻ ഇവിടെ അറ്റാച്ച് ചെയ്ത് BH2 ഇപ്പുറത്താക്കി അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഈ പ്രോഡക്റ്റ് കിട്ടി. അതിൽ വീണ്ടും നിങ്ങൾ ഇവിടെ എടുത്ത ആൽക്കീനെ സെക്കൻഡറി വീണ്ടും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ ഇവിടെ കയറി CH2 അപ്പോൾ ഇത് 2 ടൈംസ് ആവും. ഈ പ്രോഡക്റ്റ് കിട്ടി. വീണ്ടും ഒരു ആൽക്കീൻ ആഡ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ പോകും. വീണ്ടും ഇതെന്താ ഒരു ടൈംസും കൂടെ ആവും. ഇനി ആൽക്കീൻ ആഡ് ചെയ്യാൻ പറ്റൂല, കാരണം ഇവിടെ ഇനി കൊടുക്കാൻ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക? ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഒരു അക്വസ് മീഡിയം, സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുക. ബാലൻസ് ചെയ്ത് പറഞ്ഞുതരാം. ഒരു 3 ഹൈഡ്രജൻ പെറോക്സൈഡ് അങ്ങ് ആഡ് ചെയ്തോളുക. എത്ര എണ്ണം ആഡ് ചെയ്തോളുക? 3 എണ്ണം നിങ്ങൾ ആഡ് ചെയ്തോ. പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫൈനൽ പ്രോഡക്റ്റ് ഇവിടെ നോക്കിയോ, സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങളുടെ ആരുണ്ട്? CH3 CH2 ട്രൈസ് B എന്ന് പറയുമ്പോൾ എത്ര ആൾക്കാരുണ്ട് പറ? CH2 CH3 CH2 CH2 CH3 CH2 ഇങ്ങനത്തെ 3 ആൾക്കാരും ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ ഇതിൽ 3 CH3 CH2 ഒരു ബോറോൺ ഉണ്ട്. ഇതിലോട്ട് നിങ്ങൾ 3 H2O2 ആഡ് ചെയ്ത്. ആരാ ആഡ് ചെയ്ത്? 3 H2. ഈ H2O2 എന്ന് പറഞ്ഞാൽ ആരാ H2O2 എന്ന് പറഞ്ഞാൽ? H2O2 എങ്ങനെ ചെയ്തിട്ടാ? OH എന്ന് ചെയ്തിട്ടാ? H2O2 അതല്ലേ OH. H2O2 2 OH ഗ്രൂപ്പ് ഉണ്ട്. H2O2. അപ്പോൾ 3 എണ്ണം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 OH. അപ്പം 3 H2O2 ഇത്രയും ഗ്രൂപ്പ് ഉണ്ട്. ഇതിലിവിടെ ഒരു ബോറോൺ ഇല്ലേടാ? ഒരു ബോറോൺ ഈ 3 OHനെയും കൂടെ വിളിച്ചുകൊണ്ട് എന്തായിട്ട് പുറത്തു പോവും? BOH ട്രൈസ് ആയിട്ട് പുറത്തു പോകും. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് H3BO3 എന്ന് വിളിക്കും. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? H3BO3 അല്ലെങ്കിൽ BOH ട്രൈസ്. എങ്ങനെ വേണം നിങ്ങൾക്ക് എഴുതാം? ഒന്നുകിൽ H3BO3 ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ BOH ട്രൈസ് എന്ന് എഴുതാം. നിങ്ങൾക്ക് എങ്ങനെ വേണം എഴുതാം. അത് അയാളായിട്ട് പുറത്തു പോകും. അപ്പോൾ ഈ ബോറോൺ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുന്നില്ല, 3 OH ഗ്രൂപ്പിനെ വിളിച്ച് BOH ട്രൈസ് ആയിട്ട് പുറത്തു പോകും. ബാക്കി ഇനി നിങ്ങൾക്ക് ആരുണ്ട്? ഈ 3 OH ഗ്രൂപ്പിലേടാ ഒരു OH വന്ന് എവിടെ കയറുന്നത്? ഇവിടെ കയറി OH. അടുത്ത OH ഇവിടെ കയറി, അടുത്ത OH ഇവിടെ കയറി. thereby നിങ്ങൾക്ക് ആരെ കിട്ടി? CH3 CH2 OH കിട്ടി. എത്ര പേരെ കിട്ടി? അങ്ങനത്തെ 3 പേരെ കിട്ടി. എത്ര ആൾക്കാരെ കിട്ടി? 3 പേര്. സോ നിങ്ങൾക്ക് എന്ത് കിട്ടി? പ്രൈമറി ആൽക്കഹോൾ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ഒരു കാർബണിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ആൽക്കഹോൾ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷൻ വഴി നിങ്ങൾ ആൽക്കീനിൽ നിന്നും ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്തു. നിങ്ങൾ ആരെ എടുത്തത്? ആൽക്കീൻ. കിട്ടിയ പ്രോഡക്റ്റ് ആരാ? ആൽക്കഹോൾ. ആൽക്കീനിൽ നിന്നും ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ക്ലിയർ ആണേ? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിപ്പിച്ചതേ ഉള്ളൂ. നിങ്ങൾ ഇനി പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി കാണാൻ പഠിപ്പിക്കാം, മീൻസ് ഒന്ന് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ആൽക്കീൻ എടുക്കുക, ഡൈബറൻ ആഡ് ചെയ്യുക. സാറ് പറഞ്ഞു ഇവിടെ BH3 പുറത്തും, ബാക്കി BH3 ഒരു H ഇവിടെ കയറി BH2. വീണ്ടും ആൽക്കീൻ ആഡ് ചെയ്യുക. നിങ്ങൾ വീണ്ടും ആഡ് ചെയ്യണം. ഒരു ഹൈഡ്രജനെ കുറച്ചിട്ട് 2 ടൈംസ് ഇടുക. വീണ്ടും ആൽക്കീൻ ആഡ് ചെയ്യുക. ഇവിടുന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് 3 ടൈംസ് ഇടുക. ക്ലിയർ ആണ്? അങ്ങനെ ഇവിടെ ഇനി ഹൈഡ്രജൻ ഒന്നും ഇല്ലാത്ത സമയത്ത് H2O2 ഇൻ പ്രസൻസ് NOH ആഡ് ചെയ്യുക. ഫൈനൽ പ്രോഡക്റ്റ് ഇത് ഉണ്ടാക്കി മാറ്റുക. കറസ്പോണ്ടിങ് ആൽക്കഹോൾ അങ്ങ് എഴുതുക. കറസ്പോണ്ടിങ് ആരെ എഴുതുക? ആൽക്കഹോൾ എഴുതുക. 3 ആൽക്കഹോൾ അങ്ങ് എഴുതുക. ഇത്രയേ ഉള്ളൂ പ്രോഡക്റ്റായി. അത് മനസ്സിലാക്കി പറഞ്ഞു തന്നു. ഇനി എഴുതേണ്ട ഷോർട്ട് കട്ടാണിത്. പഠിച്ചോളൂല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ വീഡിയോയിൽ ഏതൊക്കെ റിയാക്ഷൻ പഠിച്ചു? വുഡ്സ് റിയാക്ഷൻ പഠിച്ചു, ഫിറ്റിക് പഠിച്ചു, വുഡ്സ് ഫിറ്റിക് പഠിച്ചു, ഫ്രിഡക്രാഫ്റ്റ് ആൽക്കൈലേഷൻ പഠിച്ചു, ഫ്രിഡക്രാഫ്റ്റ് അസൈലേഷൻ പഠിച്ചു, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ പഠിച്ചു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണേ. ഇതിൽ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ എക്സാമിന് വരാൻ സാധ്യത ഉണ്ട്. പഠിച്ചിട്ട് പോണേ. ബാക്കി റിയാക്ഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ദെൻ ബൈ.